ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ എൻജിനീയറിംഗ് ഫിസിക്സിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈഡ് ഒപ്റ്റിക്സിലെ ഫോട്ടോണിക്സ് എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, മോഡ്യൂൾ 1 അപ്ലൈഡ് ഒപ്റ്റിക്സ് ആയിരുന്നു, അതിൽ ഫോട്ടോണിക്സ് എന്നുള്ള ടോപ്പിക്ക്. അതിന് നമുക്ക് വേണ്ടത് LED എന്നുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. രോഹിണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഒരു PDF ആണിത്. ഓക്കെ, ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എന്താണ് LED-യുടെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LED-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് വർക്ക്സ് ഓൺലി ഇൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. ഫോർവേഡ് ബയസ് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇത് നമുക്കിവിടെ കാണാം. ഇതെന്ന് എന്താണ്, ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു PN ജംഗ്ഷൻ ഡയോഡാന്ന് വയ്ക്കുക. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ P ടൈപ്പാണ്, ആൻഡ് ഇറ്റ് ഈസ് എ N ടൈപ്പ്. PN ജംഗ്ഷൻ ഡയോഡ് എന്ന് എന്താണ്, ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവും, ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഈ P ടൈപ്പിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കൂടുതലും പോസിറ്റീവ് സൈഡാണ് അല്ലേ, പോസിറ്റീവ് സൈഡാണ്. ആൻഡ് ഇവിടെ കുറേ ഹോൾസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഹോൾസ് ആണ്. ആൻഡ് ദീസ് കേരി പോസിറ്റീവ് ചാർജ്. ആൻഡ് N ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് സൈഡാണ്. സോ നമുക്കിവിടെ കുറേ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ നമുക്ക് കാണാം. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് സൈഡിന്, അതായത് P റീജിയനെ എന്ത് ചെയ്യും, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യും. N റീജിയനെ തിരിച്ച് നെഗറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ഇത് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഹോൾസിന് റിപ്പൾഷൻ സംഭവിച്ച് എന്ത് ചെയ്യും, ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് വരും. ഇലക്ട്രോൺസിന് റിപ്പൾഷൻ സംഭവിച്ച് ഡിപ്ലീഷൻ റീജിയനിലേക്ക് വരും. അവിടെ വെച്ച് എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ നടക്കും. ആൻഡ് സം ഓഫ് ദ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്താണ്, ഈ ഒരു ഡിപ്ലീഷൻ റീജിയനെ എന്ത് ചെയ്യും, മുറിച്ചു പോവും. അതായത് കുറച്ച് എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള ഈ ഇലക്ട്രോൺസ് ഒന്നും ഇവിടെ കണ്ടോ പുറത്തേക്ക് വന്നു, ഡിപ്ലീഷൻ റീജിയന് പുറത്ത് പോകും. അവിടെ വെച്ചും എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ LED-യിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കഥ മുന്നോട്ട് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വേണ്ടത്. മെയിനായിട്ട് വേണ്ടതാണ് ഫോർവേഡ് ബയസ് കണ്ടീഷനാണ് LED പ്രവർത്തിക്കുന്നത്. ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, N സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസും P സൈഡിലുള്ള ഹോൾസും എന്ത് ചെയ്യും, ഈ ഒരു ജംഗ്ഷനിലേക്ക്, ഇതാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ വെൻ ഫ്രീ ഇലക്ട്രോൺസ് റീച്ച് ദ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ, ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ചില ഫ്രീ ഇലക്ട്രോൺസ് ഹോൾസുമായിട്ട്, പോസിറ്റീവ് ചാർജുള്ള ഹോൾസുമായിട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് അതെന്ത് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിപ്ലീഷൻ റീജിയനിൽ വെച്ച് എന്ത് ചെയ്യും, കുറച്ച് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യും. ഓക്കെ, ഇനി പോസിറ്റീവ് അയോൺസ് ഹാവ് ലെസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാൻ പ്രോട്ടോൺസ് ആണല്ലോ. പോസിറ്റീവ് അയോൺസിനെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോൺസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. സോ ദസ് ഫ്രീ ഇലക്ട്രോൺസ് കമ്പൈൻ വിത്ത് ദീസ് ഹോൾസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. അങ്ങനെ എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയനിൽ അത് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അതുപോലെ തന്നെ ഹോൾസ് ഫ്രം P സൈഡ് റീകമ്പൈൻ വിത്ത് ഇലക്ട്രോൺസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. ബിക്കോസ് ഓഫ് ദ റീകോമ്പിനേഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ റീകോമ്പിനേഷൻ കാരണം ഈ ഹോൾസ് ഇൻ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ, ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിഷ്യലുള്ള വിഡ്ത്തെങ്കിൽ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്രീസ് ആയി തുടങ്ങും. എന്തുകൊണ്ടാണ്, ഈ ഒരു റീകോമ്പിനേഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാർജ് ഏരിയസിന് ഈ PN ജംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം പഠിച്ചതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഡിപ്ലീഷൻ റീജിയൻ, നമ്മൾ ആ ഒരു മെറ്റീരിയൽ LED ആയിട്ട് അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ മസ്റ്റ് ബി ലോ. ഇനി ഇവിടെ എല്ലാം പറയുന്ന കഥ അത് തന്നെയാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ സാധനം തന്നെയാണ് അവിടെ എല്ലാം പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The free electrons in the conduction band releases energy in the form of light before they recombine with the holes in the valence band. ഓക്കെ, നമുക്ക് വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഈ കണ്ടക്ഷൻ ബാൻഡിലാണ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് ആൻഡ് ഹോൾസ് ലോക്കേറ്റഡ് ഇൻ ദ വാലൻസ് ബാൻഡ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ എനർജി എന്ന് പറയുന്നത് വെൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനി സിലിക്കൺ ആൻഡ് ജെർമേനിയം ഡയോഡ്സ് ആണെങ്കിൽ
most of the energy is released in the form of heat and emitted light is too small. അപ്പോൾ സിലിക്കൺ ജെർമേനിയം ഡയോഡ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ കൂടുതൽ എനർജി അത് ലൈറ്റ് ആയിട്ടല്ല പകരം ഹീറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് വളരെ സ്മോൾ ആണ്. ബട്ട് ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് പോലുള്ള മെറ്റീരിയൽസിലാണെങ്കിൽ ഈ എമിറ്റഡ് ഫോട്ടോൺസിന് സഫീഷ്യൻറ്റ് എനർജി ഉണ്ട് ടു പ്രൊഡ്യൂസ് ഇൻറ്റൻസ് വിസിബിൾ ലൈറ്റ്. ദെൻ അടുത്ത് വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്താണ് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ കണ്ടക്ഷൻ ബാൻഡിൽ ആരുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസ് ബാൻഡിൽ നമ്മുടെ ഹോൾസ് ഉണ്ട്. റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും എനർജി റിലീസ് ചെയ്തിട്ടാണ് എന്തെങ്കിൽ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഫർബിഡൻ ഗ്യാപ്പ്, അതായത് ഈ രണ്ട് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പാണ് ഫർബിഡൻ ഗ്യാപ്പ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ലോ. സോ നമ്മൾ ഇവിടെ എനർജി ലോസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് എമിറ്റഡ് ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഈ ഒരു ഫർബിഡൻ ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം, ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് എനർജി വാലൻസ് ബാൻഡ്. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടർ ഡിവൈസ് വിത്ത് ലാർജ് ഫർബിഡൻ ഗ്യാപ്പ് എമിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്. ഓക്കെ, ലാർജ് ഫർബിഡൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ എമിറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. അപ്പോൾ ഫർബിഡൻ ഗ്യാപ്പ് എന്താണ്, ഫർബിഡൻ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് എമിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ്. സോ ദേ ആർ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഓക്കെ, രണ്ടും ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസ് വിത്ത് ലാർജ് ഫർബിഡൻ ക്യാൻ എമിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്, വേറെ സെമി കണ്ടക്ടർ ഡിവൈസ് വിത്ത് സ്മോൾ ഫർബിഡൻ ഗ്യാപ്പ് ആണെങ്കിലോ ലോ ഇൻറ്റൻസിറ്റി ലൈറ്റ് ആയിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫർബിഡൻ ഗ്യാപ്പ് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മുടെ ബ്രൈറ്റ്നസ് ഓഫ് എമിറ്റഡ് ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് LED ആൻഡ് ഫോർവേഡ് കറണ്ട് ഫ്ലോ ത്രൂ ദ LED. അപ്പോൾ ആ ഒരു LEDയിൽ എന്താണ് ഫോർവേഡ് കറണ്ട് ഫ്ലോ ഉള്ളത് അതിനെയും അതുപോലെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്. ഈ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ സിമ്പൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഡയോഡിൻ്റെ സിമ്പൽ ഇങ്ങനെയായിരുന്നു. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് ആരോസ് കൂടെ കാണിക്കുക. അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഈ ആരോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ ലൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഈ LED നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ ലൈറ്റിൻ്റെ കളർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, it is the three semiconductor light എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ the material used for constructing LED determines its color. അപ്പോൾ ആ ഒരു LEDയിൽ നിന്ന് വരുന്ന ആ ഒരു എന്താണ് മെറ്റീരിയൽ ആ LED നിന്ന് വരുന്ന ലൈറ്റ് എൻ്റെ കളറ് അതിൻ്റെ മെറ്റീരിയലിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഭാഗം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ എക്സാമിന് ഇതിനെയാണ് ചോദിച്ചത്. ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ LED എന്താണ് യൂസ് ചെയ്യുന്നത്, ഗാലിയം നൈട്രൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും, അത് റെഡ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ലൈറ്റാണ് അത് എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇട്രിയം അലുമിനിയം ഗാർണറ്റ് ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ലൈറ്റ്. അലുമിനിയം ഗാലിയം നൈട്രേറ്റ് ആണല്ലോ അൾട്രാ വയലറ്റ് ലൈറ്റ്. അലുമിനിയം ഗാലിയം ഫോസ്ഫൈഡ് ആണ് എമിറ്റ് ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു കോഡാണ് എന്താണ്, ഗാലിയം ആർസനൈഡ്. അതിലെന്തുണ്ട്, ആറുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ തിരിച്ചു വെച്ചാൽ RA, അതായത് ഇൻഫ്രാറെഡ് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനും അതുപോലെ റെഡ് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഗാലിയം ആർസനൈഡ്. ഇനി ഗാലിയം നൈട്രൈഡ് നിങ്ങൾ ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കണം. ബ്രൈറ്റ് RI, ഇവിടെ ഒരു RI ഉണ്ട്. സോ ഗാലിയം നൈട്രൈഡ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ്. ദെൻ ഇട്രിയം അലുമിനിയം, ഇട്രിയം എന്ന് പറയുന്നത് Y ആണ് അല്ലേ, ഫസ്റ്റ് ലെറ്റർ എന്താണ്, Y ആണ്. സോ നമ്മുടെ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുക. ദെൻ ഗാലിയം ഫോസ്ഫൈഡിൽ നമ്മളിപ്പോൾ 4 എന്ന് വിചാരിക്കുക. 4 നിന്ന് 1 പോയാൽ 3. സോ 3 കളർ വരുന്ന ഏതൊക്കെയാണ്, റെഡ്, യെല്ലോ, ഗ്രീൻ ലൈറ്റ്. ഓക്കെ, ഇനി അലുമിനിയം ഗാലിയം നൈട്രൈഡ് ആണെങ്കിൽ ഗാലിയം നൈട്രൈഡ് എന്തായിരുന്നു, ബ്രൈറ്റ് ബ്ലൂ ആയിരുന്നു അല്ലേ. സോ അലുമിനിയം ഗാലിയം വരുമ്പോഴത്തേക്കും നമ്മുടെ അൾട്രാ വയലറ്റ്, ബ്ലൂവിൻ്റെ വേറൊരു വെറൈറ്റി ആണെന്ന് വിചാരിക്കുക, അൾട്രാ വയലറ്റ് ലൈറ്റ്. ദെൻ അലുമിനിയം ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിലും ഗാലിയം ഫോസ്ഫൈഡിൽ നമ്മൾ 3 കളർ പറഞ്ഞു. അതിൽ ലാസ്റ്റ് വരുന്ന കളർ ഏതാണ്, ഗ്രീൻ ലൈറ്റ് ആണ് നമ്മൾ അലുമിനിയം ഗാലിയം ഫോസ്ഫൈഡ് നമ്മൾ യൂസ് ചെയ്താൽ
നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് കളർ ഓഫ് ആൻ LED. LED കളറ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് LED കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എന്താണ് LED നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടു ഡെപ്പോസിറ്റ് 3 സെമി കണ്ടക്ടർ ലെയേഴ്സ് ഓൺ ദ സബ്സ്ട്രാറ്റ്. നമ്മൾ ഒരു സബ്സ്ട്രാറ്റ് വേണം. ഓക്കെ, ഈ ഒരു സബ്സ്ട്രാറ്റിലേക്ക് നമ്മൾ എന്താണ് 3 സെമി കണ്ടക്ടർ ലെയേഴ്സ് നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ 3 ലെയർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറാണ്. ആൻഡ് ഏറ്റവും മുകളിൽ വരുന്ന ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറാണ്. ആൻഡ് ഇതിനിടയിലായിട്ട് വരുന്നത് എന്താണ് നമ്മുടെ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ആക്റ്റീവ് റീജിയൻ ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടർ ലെയേഴ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു എന്താണ് LED കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ LED ഫോർവേഡ് ബയസിലാകുമ്പോൾ എന്ത് ചെയ്യും, ഈ N ടൈപ്പിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ N ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ഹോൾസ് ഫ്രം ദ P സൈഡ് ആർ പുഷ് ടുവേർഡ്സ് ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് റീജിയനിലേക്ക് വരും. അവിടെ വെച്ച് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇൻ LED മോസ്റ്റ് ഓഫ് ദ ചാർജിങ് ഏരിയസ് റീകമ്പൈൻ അറ്റ് ആക്റ്റീവ് റീജിയൻ. Therefore most of the light is emitted by active region. The active region is also called depletion region. അപ്പോൾ LED കൂടുതൽ ലൈറ്റ് എമിഷൻ വരുന്നത് എവിടെയാണ്, ആക്റ്റീവ് റീജിയനിലാണ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, LED ഏറ്റവും കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏത് റീജിയനിലാണ്, ആക്റ്റീവ് റീജിയനിലാണ്. ഇനി ബയസിങ് ഓഫ് LED. ഓക്കെ, സേഫ് ഫോർവേഡ് വോൾട്ടേജ് റേറ്റിംഗ്സ് ഓഫ് മോസ്റ്റ് LED എന്ന് പറയുന്നത് 1 volt to 3 volt ആണ് നമ്മൾ കൊടുക്കുന്ന സേഫ് ആയിട്ടുള്ള ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇനി അവിടെ വരുന്ന ഫോർവേഡ് കറണ്ട് എത്രയാണ്, 200 mA to 100 mA ആണ്. ഇനി നമ്മുടെ LED കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ടിനും 3 വോൾട്ടിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ LED എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം അവിടെ വരുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ എന്താണ് അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഇൻ ദ ഓപ്പറേറ്റിംഗ് റേഞ്ച്. ഓപ്പറേറ്റിംഗ് റേഞ്ചിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ഹൗ ഇഫ് ദ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടിനേക്കാളും കൂട്ടിക്കഴിഞ്ഞാൽ, voltage increase to a value greater than 3 volts, the depletion region in the LED break. ഓക്കെ, 3 വോൾട്ടിനേക്കാളും നമ്മളിവിടെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ LED ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ് ഇലക്ട്രിക് കറണ്ട് സഡൻലി റൈസ് ആവും. സോ സഡൻ റൈസ് ഇൻ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡിവൈസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെസിസ്റ്റർ LED സീരീസിൽ ഒരു റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. ദ റെസിസ്റ്റർ മസ്റ്റ് ബി പ്ലേസ് ഇൻ ബിറ്റ്വീൻ വോൾട്ടേജ് സോഴ്സ് ആൻഡ് LED. വോൾട്ടേജ് സോഴ്സിനും LEDക്കും ഇടയിലായിട്ട് സീരീസ് കണക്ഷനായിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു റെസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിനിടയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് വിളിക്കുക. എന്ത് വിളിക്കും, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് വിളിക്കും. എന്തിനാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 3 വോൾട്ടിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഓവറായിട്ട് കറണ്ട് വരും, ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, LEDക്ക് സീരീസ് കണക്ഷനാണ് നമ്മളൊരു റെസിസ്റ്റർ കൂടെ കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ വോൾട്ടേജ് സോഴ്സ് ആൻഡ് LED. ആൻഡ് ഇതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇതിൽ കൂടി പോകുന്ന ഈ ഒരു കറണ്ടിനെ, അതായത് ഫോർവേഡ് കറണ്ടിനെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. IF എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു VS - VD ഡിവൈഡഡ് ബൈ RS. VS എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. ആൻഡ് VD എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് LED. ഈ LEDക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് VD എന്ന് പറയുന്നത്. ആൻഡ് RS എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റർ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ദ എമൗണ്ട് ഓഫ് വോൾട്ടേജ് വേസ്ഡ് ടു ഓവർകം ദ ഡിപ്ലീഷൻ റീജിയൻ ബാരിയർ. അപ്പോൾ ഇവിടെ നമ്മൾ LED ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പിനെയാണ് നമ്മൾ എന്താ VD എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ വോൾട്ടേജ് VD എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ്, അതായത് ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ ബാരിയറിനെ ഓവർകം ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ആ ഒരു വോൾട്ടേജ്, അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് LED എന്ന് പറയുന്നത് ഈസ് 2 to 3 വോൾട്ട്, വേറെ സിലിക്കൺ ഓർ ജെർമേനിയം ഡയോഡ് ഈസ് 0.3 to 0.7 വോൾട്ട്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അതിൻ്റെ ആക്റ്റീവ് ഡിപ്ലീഷൻ റീജിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, so to operate LED we need to apply greater voltage than silicon or germanium diodes. Light emitting diodes consume more energy than silicon or germanium diodes to operate. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. എന്താണ്, നമ്മുടെ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഡയോഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന് എന്ത് ചെയ്യും, കൂടുതൽ എനർജി ആവശ്യമാണ്. അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് തന്നെ 1 to 3 വോൾട്ടാണ്. 3 വോൾട്ടിൽ കൂടുതൽ കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ഡൗൺ ആവും. അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മളൊരു റെസിസ്റ്റർ കൊടുക്കും. അതിനെ നമ്മൾ വിളിച്ച പേരാണ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഈ ഇക്വേഷൻ പറഞ്ഞു അല്ലേ.
ദെൻ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് നമ്മൾ വരയ്ക്കുന്നത് ഫോർവേഡ് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് ലൈറ്റ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ലൈറ്റ് നമ്മൾ മില്ലി വാട്ടിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ലൈറ്റ് എമിറ്റഡ് ബൈ ദ LED എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് ഫോർവേഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ LED. ഓക്കെ, അപ്പോൾ എന്തുമാത്രം കറണ്ട് ഈ ഒരു LED കൂടി പാസ് ചെയ്യുന്നോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രാഫ് കിട്ടുന്നത്? ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. മോർ ദ ഫോർവേഡ് കറണ്ട് ഗ്രേറ്റർ ഇസ് ദ എമിറ്റഡ് ഔട്ട്പുട്ട് ലൈറ്റ്. അപ്പോൾ ഫോർവേഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഔട്ട്പുട്ട് ലൈറ്റിൻ്റെ എമൗണ്ടും കൂടി വരും. ദ ഗ്രാഫ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇനി നമുക്ക് വിസിബിൾ LEDസും ഉണ്ട്, ഇൻവിസിബിൾ LEDസും ഉണ്ട്. ഓക്കെ, LEDസിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. ഏതൊക്കെയാണ്? വിസിബിൾ LEDസും ഇൻവിസിബിൾ LEDസും. അതിൽ വിസിബിൾ LED എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ടൈപ്പ് ഓഫ് LED ദാറ്റ് എമിറ്റ്സ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന LED ആണ് എന്താണ്? വിസിബിൾ LEDസ്. ഓക്കെ, ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇല്യൂമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വിസിബിൾ ലൈറ്റ് LEDs യൂസ് ചെയ്യുന്നത്. വേറെ LEDs ആർ യൂസ്ഡ് ഇൻഡിവിജ്വലി വിത്തൗട്ട് ഫോട്ടോ സെൻസേഴ്സ് ഇല്ലാണ്ട് നമ്മൾ ഇൻഡിവിജ്വലി യൂസ് ചെയ്യുന്നിടങ്ങളിലാണ് വിസിബിൾ LEDs യൂസ് ചെയ്യുന്നത്. ഇനി ഇൻവിസിബിൾ LED എന്ന് പറഞ്ഞാലോ, അതായത് ഇൻഫ്രാറെഡ് ലൈറ്റ് പോലുള്ള ഇൻവിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവിസിബിൾ LED ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫോട്ടോ സെൻസേഴ്സ് സജസ് ഫോട്ടോ ഡയോഡ്സിലൊക്കെയാണ് നമ്മൾ ഇൻവിസിബിൾ LEDs നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കളർ നമ്മൾ പറഞ്ഞു. ഇനി അഡ്വാൻറ്റേജ്, ലാസ്റ്റ് പോർഷനാണ് അഡ്വാൻറ്റേജ് ഓഫ് LED. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ആ ഒരു LED-യിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ ഒരു ഫോർവേഡ് കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. സോ നമുക്ക് ആ ഒരു LED-യുടെ ബ്രൈറ്റ്നസ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ബൈ വേരിയിങ് ദ കറണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻറ്റ് ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു LED ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് കൺസ്യൂം ലോ എനർജി. ഓക്കെ, ഇതിനെന്താണ്? ലോ എനർജിയാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന്. ഇതുപോലെ ചീപ്പാണ്, റെഡിലി അവൈലബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സ്മോളർ സൈസാണ്, പിന്നെ അതിന് ലോങ്ങർ ലൈഫ് ടൈം ഉണ്ട്, പിന്നെ വെരി ഫാസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. നമുക്ക് അതിനെന്ത് ചെയ്യാം? സ്വിച്ച് ഓണും ഓഫും ചെയ്യാം ഇൻ വെരി ലെസ് ടൈം. ആൻഡ് എന്താണ് ഇതിനകത്ത് നമ്മൾ വലിയ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് മെർക്കുറി പോലുള്ള ടോക്സിക് മെറ്റീരിയലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൈറ്റ് നമുക്ക് LEDs വഴി എമിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോർമൽ PN ജംഗ്ഷൻ ഡയോഡിനേക്കാളും നമുക്ക് കൂടുതൽ പവർ ആവശ്യമുണ്ട് ഈ LEDസിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് LED-ക്ക് ലോ ആണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ബർഗ്ലർ അലാം സിസ്റ്റംസിൽ വരും, കാൽക്കുലേറ്റർ, പിച്ച് ഓഫ് ഫോൺസ്, ട്രാഫിക് സിഗ്നൽസ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, മൾട്ടിമീറ്റേഴ്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്, ഡിജിറ്റൽ വാച്ചസ്, ഓട്ടോമോട്ടീവ് ഹീറ്റ് ലാംപ്സ്, ക്യാമറ ഫ്ലാഷസ്, ഏവിയേഷൻ ലൈറ്റിംഗ്, ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ LED എന്ന് പറയുന്ന പോർഷൻ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഫുൾ ഫോം എന്താണെന്ന് പഠിക്കുക, ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കുക. ഇനി ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു നമ്മുടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, സോ അതിൻ്റെ കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഒരു കൂടുതൽ ചാർജിങ് ഏരിയസ് വിൽ ക്രോസ് ദ PN ജംഗ്ഷൻ ആൻഡ് എന്താണ് അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ ലൈറ്റ് എമിറ്റ് ആവുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് ഒക്കെ എന്ത് ചെയ്യും? കൂടുതൽ എനർജി റിലീസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് വിസിബിൾ ലൈറ്റ്. എന്നാൽ സിലിക്കൺ ആൻഡ് ജെർമേനിയം ഡയോഡ്സ് എന്ന് പറയുന്നത് ഹീറ്റാണ് കൂടുതൽ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞു. ദെൻ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡുണ്ട്, വാലൻസ് ബാൻഡുണ്ടെന്ന് പറഞ്ഞു. കണ്ടക്ഷൻ ബാൻഡിലാണ് നമ്മൾ എന്തുള്ളത്? ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. വാലൻസ് ബാൻഡിലാണ് നമ്മുടെ ഹോൾസ് ഉള്ളത്. സോ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലേക്ക് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അതാണ് നമ്മൾ ലൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ ഒരു എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫോർബിഡൻ ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദേ ആർ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷണലാണ് എന്താണ് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഫോർബിഡൻ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എമിറ്റ് ചെയ്ത് കിട്ടും. ആൻഡ് പിന്നെ പറഞ്ഞത് എന്താണ്
ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. ഇങ്ങനെയാണ്, ഒരു സബ്സ്ട്രാറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്നു ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, അതിൻ്റെ മുകളിലായിട്ട് ഒരു ആക്റ്റീവ് റീജിയൻ, ദെൻ പി ടൈപ്പ് സെമി കണ്ടക്ടറാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആക്റ്റീവ് റീജിയനിൽ നിന്നാണ് കൂടുതൽ ഇത് എമിറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് പറഞ്ഞു 1 volt to 3 volt ആണ്. ഫോർവേഡ് കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 200 mA to 100 mA ആണ്. ഇനി 3 വോൾട്ടിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിപ്ലേഷൻ റീജിയൻ ബ്രേക്ക് ഡൗൺ ആവും ഡ്യൂ ടു ഇലക്ട്രിക് കറണ്ട് സഡൻലി റൈസ് ആവുന്നതുകൊണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റർ പ്ലേസ് ചെയ്യും ഇൻ സീരീസ് കണക്ഷൻ വിത്ത് LED. അപ്പോൾ RS എന്ന് പറഞ്ഞതാണ് നമ്മുടെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആണ്. ആൻഡ് ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൽ VD എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് LED ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് എന്തിനാണ് അവിടെ വരുന്നത്? ആ ഒരു ഡിപ്ലേഷൻ റീജിയനിലെ ബാരിയർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം വോൾട്ടേജ് വേസ്റ്റ് ചെയ്തു, അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് LED എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 to 3 volt. പക്ഷേ സിലിക്കൺ ജെർമേനിയം ഡയോഡിനൊക്കെ 0.3 to 0.7 volt ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? വെൻ കമ്പയർഡ് ടു ജെർമേനിയം ഡയോഡ് ഇതിന് എന്ത് ചെയ്യണം? കൂടുതൽ വോൾട്ടേജ് ആവശ്യമാണ്. ദെൻ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED എന്താണ്? ദേ ആർ ഔട്ട്പുട്ട് ലൈറ്റും ഫോർവേഡ് കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. സോ എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈനാണ് വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ. ആൻഡ് വിസിബിൾ LED ഉണ്ടെന്ന് പറഞ്ഞു, ഇൻവിസിബിൾ LED ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി പഠിക്കുക. ദെൻ ഈ കളറാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.